ആശാ വർക്കർമാർക്ക് 2 മാസത്തെ വേതന കുടിശ്ശികയായ 52.85 കോടി രൂപ അനുവദിച്ച സർക്കാർ. കുടിശ്ശിക അനുവദിച്ചതിൽ സംതൃപ്തർ അല്ലെന്നും മുന്നോട്ട് വച്ച മറ്റ് ആവശ്യങ്ങൾ കൂടി അംഗീകരിച്ചാൽ മാത്രമേ സമരത്തിൽ നിന്നും പിന്മാറുകയുള്ളൂവെന്നും സമരക്കാർ പറഞ്ഞു. മീര മനോഹരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇനി ഈ സമരം വേതന കുടിശ്ശിക അനുവദിച്ച സാഹചര്യത്തിൽ സമരം തുടരുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. നമ്മുടെ കൂടെ ഈ സംഘടനയുടെ നേതാവ് നമ്മുടെ കൂടെ ചേരുകയാണ്. എങ്ങനെയാണ് ഈ വേതന കുടിശ്ശിക ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്? അപ്പോൾ നിലവിൽ ഈ സമരം തുടരാനാണോ തീരുമാനം, അതോ നിർത്താനാണോ? എന്താണ് അതിനെക്കുറിച്ച്? ഞങ്ങളെ സംബന്ധിച്ചോളം കുടിശ്ശിക നൽകുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. കുടിശ്ശിക നിർബന്ധമായിട്ട് കൊടുക്കണം. പ്രധാനപ്പെട്ട കാര്യം വേതനത്തിലുള്ള വർധനവാണ്, അതായത് ഓണറേറിയത്തിലുള്ള വർധനവാണ്. 7,000 രൂപ ആർക്കും കിട്ടുന്നില്ല. അതിൻ്റെ മാനദണ്ഡങ്ങളനുസരിച്ച് കട്ടിങ്സ് ആണ്. ഇനി 7,000 കിട്ടിയാൽ പോലും ഒരു ദിവസം 233 രൂപയാണ് ഒരു ആശാവർക്കർക്ക് കിട്ടുന്നത്. ഒരു കുടുംബം പുലർത്താൻ അത് കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വർധനവാണ് ആവശ്യം. ഇപ്പോൾ 62 വയസ്സിൽ പിരിയണമെന്നൊരു ഉത്തരവ് സർക്കാർ ഇറക്കിയിരിക്കുകയാണ്. ആ ഉത്തരവ് നിലവിലുണ്ടെന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കത്ത് വന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് പറയുന്നത്. 62 വയസ്സിൽ പിരിഞ്ഞു പോകണം എന്നുള്ളത്. അങ്ങനെ പിരിഞ്ഞു പോകുന്ന ആശാ വർക്കർമാർക്ക് ഒരു തുക കൊടുക്കണം. പിരിയുമ്പോൾ അത് 5 ലക്ഷം രൂപയാണ് ബംഗാളിൽ കൊടുക്കുന്നത്. നമ്മളിവിടെ ആവശ്യപ്പെട്ട ഒരു 5 ലക്ഷം രൂപയെങ്കിലും പിരിയുന്ന ആശമാർക്ക്, പ്രത്യേകിച്ചും വാർദ്ധക്യം ഉണ്ട്, അവർക്ക് നട്ടൽ വേദനയും മുട്ടുവേദനയും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ അങ്ങനെ പിരിഞ്ഞു പോകുന്ന ആശാ വർക്കർമാർക്ക് ഒരു 5 ലക്ഷം രൂപയെങ്കിലും സർക്കാർ കൊടുക്കണമെന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ഡിമാൻഡ്. മറ്റു ഡിമാൻഡുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളിലുള്ള എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവാതെ ഞങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ പറ്റില്ല. ഈ സമരം നിർത്താൻ പറ്റില്ല. 20-ാം തീയതി പ്രഖ്യാപിച്ചിട്ടുള്ള മഹാസംഗമത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അത് ഉണ്ടാവുമോ? ഒരു മാറ്റവുമില്ല. 20-ാം തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന മഹാസംഗമം നടക്കും. കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും നൂറുകണക്കിന് ആശാമാർ കേരളത്തിന് സെക്രട്ടേറിയറ്റിലേക്ക് വരും. തങ്ങൾ ഉന്നയിച്ചുള്ള ആവശ്യങ്ങളൊക്കെയും ലഭിക്കും വരെയും കൂടുതൽ ശക്തമായി തന്നെ സമരം തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെക്രട്ടേറിയറ്റ് പടിക്കലിൽ നിന്നും ക്യാമറമാൻ രോഹിത്തിനോടൊപ്പം മീര മനോഹരൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.